കാലം കുഴിച്ചുമൂടിയ രഹസ്യങ്ങൾ ഒരിക്കൽ പുറത്തു വരും. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. 2026 ഫെബ്രുവരി. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇംഗ്ലണ്ടിലെ സഫോക്കിലുള്ള ആ കോടതി മുറിയിലേക്കാണ്. അവിടെ ഒരു പെൺകുട്ടിയുടെ ചിരിക്കുന്ന ചിത്രം സാക്ഷിയായിരിപ്പുണ്ട്. പേര് വിക്ടോറിയ ഹാൾ. 27 നീണ്ട വർഷങ്ങൾ ഒരു കുടുംബം കണ്ണീരോടെ കാത്തിരുന്നത് ഈ നിമിഷത്തിനു വേണ്ടിയായിരുന്നു. 1999 സെപ്റ്റംബറിലെ ആ കറുത്ത രാത്രിയിൽ സ്വന്തം വീടിന് വെറും 300 വാരമകലെ വിക്ടോറിയയെ വിഴുങ്ങിയ അജ്ഞാത രൂപം ആരായിരുന്നു? പതിറ്റാണ്ടുകളോളം പോലീസിനെ വെട്ടിച്ച ആ കൊടും കുറ്റവാളി ഒടുവിൽ പിടിയിലാകുമ്പോൾ പുറത്തു വരുന്നത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയുടെ കഥകളാണ്. ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ, ഇന്നും പലർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിക്ടോറിയ ഹാൾ കൊലക്കേസിൻ്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ദ ഡാർക്ക് സൈഡിലേക്ക് സ്വാഗതം. ചില ജീവിതങ്ങൾ ഒരു മഞ്ഞുതുള്ളി പോലെയാണ്. പുലർക്കാലത്ത് വിരിഞ്ഞ് സൂര്യോദയത്തിന് മുൻപേ മാഞ്ഞു പോകുന്ന ഒന്ന്. 1980കളിൽ ഇംഗ്ലണ്ടിലെ സഫോക്കിൽ ജനിച്ച വിക്ടോറിയയുടെ ജീവിതവും അങ്ങനെയായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തത്തിലേക്കായിരുന്നു ആ പെൺകുട്ടിയുടെ ഓരോ ചുവടുവെപ്പും. 1982 വിക്ടോറിയ ഹാൾ ജനിക്കുന്നത്. ഗ്രഹാം ഹാളിൻ്റെയും ലോണയുടെയും സ്നേഹനിധിയായ മകൾ. ഇംഗ്ലണ്ടിലെ ഫെലിക്സ്റ്റോ എന്ന മനോഹരമായ തീരദേശ നഗരത്തിലായിരുന്നു അവളുടെ വളർച്ച. ചെറുപ്പം മുതലേ നൃത്തത്തോടും സംഗീതത്തോടും അവൾക്ക് വലിയ താല്പര്യമായിരുന്നു. സുഹൃത്തുക്കൾക്കിടയിൽ എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രം കാണാറുള്ള വിക്ടോറിയ തൻ്റെ മാതാപിതാക്കളുടെയും സഹോദരൻ്റെയും ലോകമായിരുന്നു. 1999 ആയപ്പോഴേക്കും വിക്ടോറിയ 17 വയസ്സുള്ള സുന്ദരിയായ പെൺകുട്ടിയായി വളർന്നു. പഠനത്തിൽ മിടുക്കിയായിരുന്ന അവൾക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ട്രിംലി സെയിൻറ്റ് മേരി എന്ന ഗ്രാമത്തിലായിരുന്നു അന്ന് അവൾ താമസിച്ചിരുന്നത്. വളരെ ശാന്തമായ, കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ ആ ഗ്രാമം വിക്ടോറിയയ്ക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമായിരുന്നു. എന്നാൽ ആ സുരക്ഷിത ബോധമാണ് പിന്നീട് തകർക്കപ്പെട്ടത്. 1999 സെപ്റ്റംബർ 18 ശനിയാഴ്ച രാത്രി വിക്ടോറിയ തൻ്റെ അടുത്ത സുഹൃത്തിനൊപ്പം ക്ലബിൽ പോകാൻ തീരുമാനിച്ചു. ആ രാത്രി അവൾ അണിഞ്ഞത് കറുത്ത വസ്ത്രങ്ങളായിരുന്നു. സന്തോഷത്തോടെ വീട്ടിൽ നിന്നിറങ്ങിയ അവൾ തിരിച്ചു വരില്ലെന്ന് ആരും കരുതിയില്ല. അന്ന് രാത്രി 2:10 അവൾ തൻ്റെ സുഹൃത്തിനോട് യാത്ര പറഞ്ഞു. സ്വന്തം വീടിന് വെറും 300 വാരം, അതായത് 300 യാർഡുകൾ അകലെ വെച്ചാണ് അവൾ സുഹൃത്തിനെ വിട്ടു നടന്നത്. ഇരുളടഞ്ഞ ആ തെരുവിൽ അവൾ ഒറ്റയ്ക്കായി. മിനിറ്റുകൾ കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു. വിക്ടോറിയ വീട്ടിലെത്തിയില്ല. പിറ്റേന്ന് പുലർച്ചെ അവളുടെ മാതാപിതാക്കൾ ഉണർന്നപ്പോൾ കണ്ടത് ശൂന്യമായ അവളുടെ കിടക്കയാണ്. പരിഭ്രാന്തരായ അവർ പോലീസിനെ വിവരമറിയിച്ചു. നാട് മുഴുവൻ അവൾക്കായി തിരച്ചിൽ തുടങ്ങി. പക്ഷേ വിക്ടോറിയ എവിടെയോ മറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും അവളെ മറച്ചിരുന്നു. 5 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 24 അവളുടെ വീടിന് 20 മൈൽ അകലെയുള്ള ഒരു അഴുക്കുചാലിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെടുത്തു. അത് വിക്ടോറിയയായിരുന്നു. നഗ്നയാക്കപ്പെട്ട നിലയിൽ, ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊല ചെയ്യപ്പെട്ട നിലയിൽ. ആ ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ആ വാർത്ത പുറം ലോകമറിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായി: ആരായിരുന്നു ആ ഘാതകൻ? 2026 ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ തെളിവുകൾ സ്റ്റീവ് റൈറ്റ് എന്ന കുപ്രസിദ്ധ കുറ്റവാളിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. നീതിക്കായി 27 വർഷമാണ് ആ കുടുംബത്തിന് കാത്തിരിക്കേണ്ടി വന്നത്. ആരായിരുന്നു സ്റ്റീവ് റൈറ്റ്? നോക്കാം. വെറുമൊരു ട്രക്ക് ഡ്രൈവർ മാത്രമായിരുന്നു അയാൾ.
അതോ സാധാരണക്കാരൻ്റെ മുഖംമൂടി അണിഞ്ഞ ഒരു ഹിംസ്ര ജന്തുവോ? 2006 ഇംഗ്ലണ്ടിനെ നടുക്കിയ സഫോക്ക് സ്ട്രാംഗ്ലർ എന്നറിയപ്പെടുന്ന ഇയാൾക്ക് വിക്ടോറിയയുടെ മരണത്തിൽ എന്തു പങ്കാണുള്ളത്? 1958 ഇംഗ്ലണ്ടിലെ നോർഫോക്കിലാണ് സ്റ്റീവ് റൈറ്റ് ജനിച്ചത്. ഒരു മിലിറ്ററി പോലീസ് ഓഫീസറുടെ മകൻ. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ വേർപിരിഞ്ഞത് അയാളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കാം എന്ന് കരുതപ്പെടുന്നു. പഠനത്തിന് ശേഷം പല ജോലികൾ മാറി മാറി ചെയ്ത റൈറ്റ് ഒരു ഘട്ടത്തിൽ കപ്പലുകളിൽ ഷെഫായും പിന്നീട് ലോറി ഡ്രൈവറായും ജോലി നോക്കി. പുറമേ നോക്കിയാൽ ശാന്തനായ ഒരാൾ. പക്ഷെ അയാൾക്കുള്ളിൽ ഒരു വിനാശകാരി വളരുന്നുണ്ടായിരുന്നു. 2006 വെറും ആഴ്ചകൾക്കുള്ളിൽ 5 യുവതികളെയാണ് സ്റ്റീവ് റൈറ്റ് കൊലപ്പെടുത്തിയത്. ഇപ്സ്വിച്ച് നഗരത്തെ ഭീതിയുടെ നിഴലിലാഴ്ത്തിയ ഈ സംഭവത്തിന് ശേഷമാണ് ഇയാൾ പിടിയിലാകുന്നത്. എന്നാൽ അന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന മറ്റൊരു പ്രധാന കേസ് വിക്ടോറിയ ഹാളിൻ്റേതായിരുന്നു. വർഷങ്ങൾ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം 2006 ഫെബ്രുവരിയിൽ വിക്ടോറിയയുടെ കൊലപാതകത്തിനും സ്റ്റീവ് റൈറ്റിൻ്റെ പങ്ക് കോടതി ശരിവെക്കുകയാണ്. സ്റ്റീവ് റൈറ്റ് എന്തിനാണ് വിക്ടോറിയയെ കൊലപ്പെടുത്തിയത് എന്നതിന് കൃത്യമായ ഒരു കാരണം അയാൾ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ക്രിമിനൽ സൈക്കോളജിസ്റ്റുകളും അന്വേഷണ ഉദ്യോഗസ്ഥരും കണ്ടെത്തിയ ചില പ്രധാന കാരണങ്ങൾ ഇവയാണ്. മിക്ക സീരിയൽ കില്ലർമാരെയും പോലെ ഇരയുടെ മേൽ പൂർണ്ണമായ നിയന്ത്രണം നേടുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. വിക്ടോറിയ എന്ന നിസ്സഹായയായ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തിയതിലൂടെ അയാൾ ഒരുതരം വികലമായ ആനന്ദം കണ്ടെത്തി. ആ രാത്രിയിൽ വിക്ടോറിയ ഒറ്റയ്ക്കായിരുന്നു നടന്നിരുന്നത്. വീടിന് തൊട്ടടുത്ത് വെച്ച് അവളെ കാണാനിടയായ റൈറ്റ് ആളൊഴിഞ്ഞ ആ തെരുവ് തൻ്റെ ക്രൂരതയ്ക്ക് അനുയോജ്യമായ സ്ഥലമായി കണ്ടു. ഒരു ലോറി ഡ്രൈവർ എന്ന നിലയിൽ ആ പ്രദേശം അയാൾക്ക് പരിചിതമായിരുന്നു. വിക്ടോറിയയുടെ മൃതദേഹം ഒരു അഴുക്കുചാലിൽ നഗ്നയാക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം വികൃതമാക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള അയാളുടെ മാനസിക വൈകല്യം ഇതിൽ നിന്നും പ്രകടമായിരുന്നു. 2006 കൊലപാതകങ്ങളിലും സമാനമായ രീതി തന്നെയാണ് അയാൾ പിന്തുടർന്നത്. അന്ന് ഫോറൻസിക് പരിശോധനകൾ ഇന്നത്തെ പോലെ വികസിച്ചിരുന്നില്ല. വർഷങ്ങൾ 20 പിന്നിട്ടു. വിക്ടോറിയയുടെ മാതാപിതാക്കൾ ഇന്നും ആ മടക്കയാത്ര കാത്തിരിക്കുകയാണ്. 2019 സഫോക്ക് പോലീസ് ഈ കേസ് വീണ്ടും തുറന്നു. ആധുനികമായ ഫോറൻസിക് വിദ്യകൾ ഉപയോഗിച്ച് വീണ്ടും പരിശോധനകൾ നടത്തി. അന്ന് ശേഖരിച്ച വസ്ത്രങ്ങളിൽ നിന്നും DNA സാമ്പിളുകളിൽ നിന്നും നിർണായകമായ ചില തെളിവുകൾ അവർക്ക് ലഭിച്ചു. 2021 ഒരാളെ സംശയിച്ചെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു. എന്നാൽ 2024 കാര്യങ്ങൾ മാറിമറിഞ്ഞു. 2026 ഫെബ്രുവരി. പതിറ്റാണ്ടുകൾക്ക് ശേഷം വിക്ടോറിയയുടെ ഘാതകനെ പോലീസ് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. കുപ്രസിദ്ധ സീരിയൽ കില്ലറായ സ്റ്റീവ് റൈറ്റിലേക്ക് വിരലുകൾ ചൂണ്ടപ്പെട്ടു. ഫോറൻസിക് സയൻസും ശാസ്ത്രീയമായ തെളിവുകളും അവനെ കുടുക്കി. നീതിയുടെ ചക്രങ്ങൾ പതുക്കെയാണെങ്കിലും കൃത്യമായി കറങ്ങുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ആ വിധി. വിക്ടോറിയ ഹാൾ എന്ന പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോൾ ശാന്തമായിരിക്കാം. സത്യം ഒരിക്കലും കുഴിച്ചുമൂടാൻ കഴിയില്ല. അത് അനന്തമായ കാലം കഴിഞ്ഞാലും പുറത്തു വരിക തന്നെ ചെയ്യും. സ്റ്റീവ് റൈറ്റ് ഒരു വ്യക്തിയല്ല, മറിച്ച് സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മയുടെ പ്രതീകമാണ്. വിക്ടോറിയ ഹാൾ എന്ന 17-കാരിയുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയ അയാൾക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിച്ചു. നീതി നടപ്പിലാക്കാൻ കാലം എത്രയെടുത്താലും സത്യം ഒരിക്കൽ വെളിച്ചത്തു വരുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. നന്ദി.